അത് ആരുടെ വീടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങളുടെ പൂജയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വീട്. അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് അറിയണ്ട സാർ. അതിൽ കൂടുതൽ നിങ്ങൾ അറിയണം. പൂജ അവിടെ ആരും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. എന്റെ ഭാര്യ സഹോദരൻ ആദിത്യൻ കെട്ടാൻ പോകുന്ന പെണ്ണാവള്. അത് നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയോ? ഓ, താനായിരുന്നു കൂട്ടുപ്രതി. അപ്പോ നിങ്ങൾ ഒരുമിച്ചാണോ ആ വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല സാറേ. പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ അവിടെ ഉള്ളൂല. പൂജയ്ക്ക് നിങ്ങളെ അറിയുക പോലും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അതവളെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ സാർ? ആര്? അവിടെയുള്ളവർ. അല്ലെങ്കിൽ സാർ ഈ പറഞ്ഞ ആദിത്യൻ. അവൻ ഒറ്റ ഒരാളാ അവളുടെ മനസ്സ് മാറ്റി ഞങ്ങളിൽ നകറ്റിയത്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ആദ്യം കെട്ടാൻ പോകുന്ന പെണ്ണ പൂജ. ഇത് തന്നെയായിരുന്നു നമ്മുടെ ഷാനു നമ്മളോട് പറഞ്ഞത്. നിങ്ങളെ ചെക്കെ പൂജനെ കെട്ടാൻ ആലോചിക്കുന്നല്ലേ ഉള്ളൂ. ഇവിടെ ഒരുത്തെ ഓക്ക് വേണ്ടി താലി വരെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഫാത്തിമ, ഈ ആ താലി ഒന്നെടുത്ത് കാണിച്ചു നോക്കൂ. സാറ് കാണട്ടെ. ഇതെങ്ങനെ തെളിവാവും? 1 ഗ്രാം പൊന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും താലി ഉണ്ടാക്കല്ലോ. ആർക്ക് വേണമെങ്കിലും താലി ഉണ്ടാക്കാം സാർ. പക്ഷേ എന്റെ മോൻ ഷാനുവിന് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അവൻ ഇത് വെറുതെ ഉണ്ടാക്കി വെച്ചതല്ല. അവൻ അവളെ അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നു. ഒത്തിരി തവണ അവരുടെ സ്നേഹം അടുത്തു നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. വെറുതെ നിങ്ങളുടെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല സാർ. ഒന്നുകിൽ എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുക, അല്ലെങ്കിൽ ശരിക്കും നിങ്ങളെ അവർ പറഞ്ഞു പറ്റിക്കുക. സാറ് വിശദമായി ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും ഞാൻ പറയുന്നത് സത്യമാണോ എന്ന്. പൂജ ഷാനുവിന്റെ പെണ്ണായിരുന്നു സാർ. അവരൊരുമിച്ച് ഹൈറേഞ്ചിലേക്ക് ഒളിച്ചോടാനിരുന്ന രാത്രിയില അവനും കൂട്ടുകാരൻ സബാനും ആ ആക്സിഡന്റിൽ മരിച്ചത്. ഈ കടലമ്മയാണ് സത്യം.